ദേശീയ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും കളിത്തൊട്ടിലായ തൃശ്ശൂരിന്റെ മണ്ണിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം ഇടിമുഴക്കം പോലെ ഉയർന്നു കേൾക്കാമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വെടിക്കെട്ടിന് തുടക്കം കുറിക്കുവാൻ കഴിയും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വരവേൽപ്പാണ് പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് നൽകിയത്. ഒരു മാനസമോടെ നേരിനു വേണ്ടിയുണർന്നു നാം, ചതിയന്മാരുടെ കോട്ടയുടച്ചു തകർത്തു തുടിച്ചു വരുന്നു നാം. ദിഗ്വിജയത്തിനു വെള്ളാപ്പള്ളി നയിക്കുകയാണ് ഈ യാത്ര, ദിഗ്വിജയത്തിനു വെള്ളാപ്പള്ളി നയിക്കുകയാണ് ഈ യാത്ര. ധീരതയോടൊരു മാനസമോടെ നേരിനു വേണ്ടിയുണർന്നു നാം, ചതിയന്മാരുടെ കോട്ടയുടച്ചു തകർത്തു തുടിച്ചു വരുന്നു നാം. നമ്മളുടെ കൂട്ടായ്മ പറ്റി പല രാഷ്ട്രീയക്കാർക്കും അഭിപ്രായമുണ്ടാകാം, അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. പക്ഷെ നിഷേധിക്കാനൊക്കാത്ത ഒരു ജനകൂട്ടവും കൂട്ടായ്മയും ഈ സമത്വ മുന്നേറ്റ യാത്രയുടെ പിന്നിൽ ആശീർവദിക്കുവാൻ ഉണ്ട് എന്ന സത്യം ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും നിഷേധിക്കാനൊക്കാത്ത ഒരു സത്യമാണ് എൻ്റെ മുമ്പിൽ നിങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്ന ഈ ജനമഹാസമുദ്രം. എന്നാൽ നാളത്തെ പാർട്ടി പത്രത്തിൽ നോക്കിയാൽ നമ്മളെല്ലാം പിരിഞ്ഞു പോയ കസേര എടുത്ത് കാണിച്ചിട്ട് ഇവിടെ ആരുമില്ലായിരുന്നു. ചാനല് പറയും കൈയടിക്കാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ കൈയടിച്ചെന്ന് പറയും, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി കൈയടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് അവസാന വണ്ടിയാണ്. ഈ അവസാന വണ്ടിയിൽ ഹിന്ദു സമുദായം ഒന്നാകെ കയറി നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിലെത്തുവാൻ നാം ശ്രമിക്കണം. ഇനിയൊരു വണ്ടി നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുമെന്ന് വിചാരിക്കരുത്. ജനിച്ച ഈ നാട്ടിൽ ജീവിക്കുവാൻ അവസരം സമസ്ത മേഖലയിൽ മതാധിപത്യം കുടികൊത്തി വാഴുകയും ജനാധിപത്യം നശിപ്പിക്കപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയ്ക്ക് എതിരെ ആരുടെയും അവകാശം പിടിച്ചു പറ്റുവാനല്ല, നമുക്ക് നാം അർഹതപ്പെട്ടത് വാങ്ങുവാൻ ആദിവാസികൾക്കും പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഈഴവരാതി പിന്നോക്ക സമുദായങ്ങൾക്ക് ഉൾപ്പെടെ ഭൂരിപക്ഷ സമുദായത്തിന് അർഹതപ്പെട്ട വേണമെന്ന് പറഞ്ഞാൽ അത് ജാതിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തകർക്കുവാൻ DYFA ഗുരുദേവനെ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഗുരുദേവനെ തൊടാനോ ഗുരുവിന്റെ ഒരു പേര് പറയാൻ പോലും DYFAക്കാർക്കോ മാർക്സിസ്റ്റുകാർക്കോ എന്ത് അവകാശം? പണ്ടെല്ലാം പറഞ്ഞിരുന്ന ഗുരു സമാധി സ്ഥലത്ത് പോലും ഒരാളെ പോലും തീർത്ഥാടകരായി അവിടെ പോയ ചരിത്രമില്ല. ആ ആളുകളാണ് ഇപ്പൊ ഗുരുവിന്റെ വലിയ അപ്പോത്തരന്മാരായി വരുന്നത്. ഗുരുവിനെയും കുമാരനാശാനെയും ചീത്ത പറഞ്ഞ ആളുകളാണ് ഇവര്. വേണ്ട, ഇവരെല്ലാം ഇത്ര പുകഴ്ത്തി പറഞ്ഞല്ലോ ഗുരുദേവനെ. ഇവരെത്രയോ കൊല്ലം ഇവിടെ പഠിച്ചു. ഈ കാലഘട്ടത്തിലെങ്ങും ഗുരുദേവന്റെ തത്വങ്ങളും ദർശനങ്ങളും പഠിപ്പിക്കാൻ പാഠപുസ്തകങ്ങളിൽ ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു വരിയെങ്കിലും എഴുതി ചേർത്തുണ്ടോ? ഉമ്മൻചാണ്ടി മുളുകലാത്ത ആളാണ്, അച്ചായന്മാർക്ക് വേണ്ടി ആദ്യം പിന്നെ ബാക്കിയുള്ളവർക്കുള്ളതെങ്കിൽ പോലും ഇതിന്റെ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹം ഒരു വരിയെങ്കിലും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള ആ സന്മനസ് കാണിച്ചു. ഇവരതുപോലും ചെയ്യാത്ത ആളുകളാണ് ഇന്ന് ആ യാത്രയ്ക്ക് പേരെന്താ പറയുക, മതേതരത്വം, സെർക്കുലറിസം. അങ്ങനെയാണ് എങ്കിൽ ബുദ്ധന്റെ ഇവിടെ വെക്കണ്ടേ, ക്രിസ്തുവിന്റെ വെക്കണ്ടേ, നബിയുടെ വെക്കണ്ടേ? അതിനെല്ലാം ഉള്ളത് ഹിന്ദു സന്യാസിമാർ മാത്രമാണ്. ഇന്നലെ വരെ പുച്ഛിച്ച് പറഞ്ഞ നമ്മുടെ വിവേകാനന്ദൻ വരെ തള്ളിപ്പറഞ്ഞതാണ്. SNDP യോഗം സ്ഥാപിക്കുവാനുള്ള പ്രേരക ശക്തിയായി ഉപദേശം ഡോക്ടർ പൽപൂർ കൊടുത്തത് വിവേകാനന്ദനാണ്. ആ വിവേകാനന്ദനെ വരെ തള്ളിപ്പറഞ്ഞ പാർട്ടി ഇന്ന് വിവേകാനന്ദനെ വരെ പൊക്കി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു.
ഇതാണ് ഈ രാജ്യത്ത് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും പരത്തി പറയുന്നില്ല. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നേരത്തെ വന്നതാണ്. വണ്ടി, അവസാന വണ്ടി. എല്ലാവരും ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങളെ ഹിന്ദു സ്ത്രീ പ്രസവിച്ചവരാണ്. ജാതിയുടെയും മതത്തിന്റെയും പേര് നമ്മളെ ഭിന്നിപ്പിച്ചു നിർത്തി തകർക്കാൻ നോക്കുന്ന ശക്തികളെ തകർത്തുകൊണ്ട് ഹിന്ദുവാണ് ഞാനെന്ന് പറയുവാനുള്ള വിചാരത്തോടുകൂടി ഒന്നിച്ച് നമുക്ക് വണ്ടിയിൽ കയറി പോകണം. അതിനകത്ത് നായരെന്നോ നമ്പീരെന്നോ പിന്നോക്കമൊന്നോ മുന്നോക്കമൊന്നോ നോക്കാതെ ഹിന്ദു സമൂഹം ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താനൊക്കൂ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മുസ്ലിമിന്റെ നാമത്തിൽ ഒന്നിച്ചിരിക്കുന്നു, ക്രിസ്ത്യാനി അവരുടെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നിച്ചിരിക്കുന്നു. നമുക്ക് മാത്രം ഒന്നിച്ചു നിന്നാൽ അതെങ്ങനെ വർഗീയതയാണ്? ആരുടെ അവകാശം പിടിച്ചു പറ്റാനല്ല, അവകാശമല്ല, അവകാശപ്പെട്ടത് ജനസംഖ്യ ആനുപാതികമായി ഈ രാജ്യത്തെ എല്ലാ വിഭവങ്ങളായാലും അധികാരങ്ങളായാലും ഭൂമിയായാലും എല്ലാവർക്കും കിട്ടണമെന്ന് പറഞ്ഞാൽ അത് ജാതിയല്ല, നീതിക്ക് വേണ്ടിയാണ്. മറ്റുള്ള ഒരു സമുദായത്തിന്റെ അവകാശം പിടിച്ചു പറ്റാനല്ല, അർഹതപ്പെട്ടത് നമുക്ക് തരണം. സ്വാമിജി പറഞ്ഞില്ലേ വിളക്ക് കത്തിക്കുന്ന കാര്യം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെയുള്ള ചില മുസ്ലിങ്ങൾക്ക് ഈ അസുഖം. ദുബായിൽ ചെന്നാൽ നിങ്ങൾ നോക്കണം, ഇതുപോലെ സ്നേഹമുള്ള മുസ്ലിങ്ങൾ. രാജ്യം ഭരിക്കുന്ന നഹ്യാൻ അദ്ദേഹം, ഞാൻ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ എന്നെയാണ് വിളക്ക് കത്തിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഈ മലയാളമൊന്നും അറിയാത്തതുകൊണ്ട് വിളക്കെടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വിളക്ക് മേടിച്ച് അദ്ദേഹമാണ് വിളക്ക് കത്തിച്ചത്. അത്ര പോലും വലിയ വിശാല മനസ്സിലാണ് അവിടെയുള്ളത്. അവിടുന്ന് ഇവിടെ വന്നതാണ് ഈ പണിയൊക്കെ കാണിക്കുന്നത്. വിളക്കിന് നിഷേധം, വെളിച്ചത്തെ കാണാൻ ഇഷ്ടമല്ല, ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്ന ഈ ഇരുട്ട് ബുദ്ധികളെ നാം മനസ്സിലാക്കണം. അവർക്ക് വെളിച്ചത്തെ ഇഷ്ടമല്ല, ഇരുട്ടിനെയാണ് സ്നേഹിക്കുന്നത്. നമ്മൾ വെളിച്ചത്തെയാണ്, നമ്മൾ വിളക്കിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൂടുതലൊന്നും പറയുന്നില്ല. അന്ന് നമ്മൾ 52% BPL ആണ്. എന്തുകൊണ്ട് ഈ രാജ്യത്ത് ഇത്രയും നാളുകൾ രാജ്യഭരണം നടത്തിയവരാരും നമ്മളെ ഉദ്ധരിക്കാൻ നോക്കിയില്ല? ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഈ 52% ഇങ്ങനെ കിടക്കാനുള്ള അവസരം എങ്ങനെ ഉണ്ടായി? അവർക്ക് കൂടി സമ്പത്തോടെ കൊടുത്ത് അവരെ കൂടി BPL നിന്ന് APL ആക്കാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തോന്നും BPL നല്ലതല്ലേ, അരി 2 രൂപയ്ക്ക് കിട്ടുമല്ലോ എന്നല്ല. പക്ഷെ ഇതെല്ലാം നമ്മളെ കബളിപ്പിക്കലാണ്, ചതിക്കലാണ്. ഇടത് വലത് മുന്നണികൾ രണ്ടു ചേരികളിലായി തിരിഞ്ഞു നിന്ന് കുടമാറ്റം നടത്തിയിരുന്ന കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മുദ്രാവാക്യവുമായാണ് സമത്വ മുന്നേറ്റ യാത്ര കടന്നു ചെന്നത്. കേരള രാഷ്ട്രീയത്തിലെ പൂരക്കാഴ്ചകൾക്ക് ഒരു പുതിയ ദൃശ്യവിസ്മയം ഒരുക്കാൻ സമത്വ മുന്നേറ്റ യാത്രയിലൂടെ തനിക്ക് കഴിയും എന്ന് തൃശ്ശൂരിലെ സ്വീകരണത്തിലൂടെ വെള്ളാപ്പള്ളി തെളിയിച്ചു. തൃശൂർ ജില്ലയിലെ ആവേശകരമായ പര്യടനത്തിനു ശേഷം ഇന്ന് സമത്വ മുന്നേറ്റ യാത്ര എറണാകുളം ജില്ലയിലേക്ക് കടന്നു. ആലുവ മണപ്പുറത്തെ മനുഷ്യക്കടലാക്കി മാറ്റിയ സ്വീകരണ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ. ജയ് ഭാരത്.